ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലെ ആയാങ്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന മാംഗോ മെഡോസിലാണ്. നമ്മൾ പാർക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ പാർക്കിംഗ് കാണാം. അത് അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ്. അതിനുശേഷം നമ്മൾ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. ഈ സെൽഫി പോയിന്റിന് മുമ്പിൽ നല്ല തിരക്കാണ്. ഒരുപാട് ആളുകളോടെ സെൽഫി എടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. അതും അത്യാവശ്യം നല്ലൊരു ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എൻട്രി ചെയ്യാനുള്ള പോർഷനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവരുടെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഗൈഡ്സ് അവൈലബിൾ ആണ്. ഇവർ ആദ്യം തന്നെ ഒരു ഇൻട്രോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രോ, ഈ പാർക്കിനെ കുറിച്ചുള്ള ഇൻട്രോ പറയുന്നുണ്ട്. പിന്നെ ഗൈഡ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് പെയ്ഡ് സർവീസ് ആണ്. പിന്നെ ബഗ്ഗി സർവീസ്, ട്രെയിൻ സർവീസ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പെയ്ഡാണ് വരുന്നത്. പിന്നെ നേരെ നോക്കുമ്പോൾ കാണുന്നത് നമുക്കൊരു ഫിഷ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് മീൻ തീറ്റയെല്ലാം ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എടുത്തിട്ട് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും. ഈ മാംഗോ മെഡോസ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന റെക്കോർഡിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന റെക്കോർഡും ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 30 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ മാംഗോ മെഡോസ് പാർക്കിൽ 4500-ലധികം സ്പീഷീസിലുള്ള ട്രീസും പ്ലാന്റ്സും ഉണ്ട്. വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ 30 അടി നീളമുള്ള ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട്. ആ സ്റ്റാച്യുവിനരികെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പാലം ഒരു പോണ്ടിനെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ട്രെയിൻ സർവീസ്. ഇത് പെയ്ഡ് സർവീസാണ്. അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഈ വോക്ക്വേയുടെ ചുറ്റിനും ഒരു ടീ പ്ലാന്റേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാണ്. അത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ഏറുമാടത്തിലേക്കാണ്. ഏറുമാടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഇല്ല. നോക്കുമ്പോൾ ഈ ടീ പ്ലാന്റേഷനും അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് കാലത്തെ കൃഷി രീതികൾ ഓർമ്മിപ്പിക്കാൻ വിധമുള്ള ഉപകരണങ്ങളും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മീനൂട്ട് പാലം. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ താഴെ നമ്മുടെ ചവിട്ടുന്നിടത്ത് ₹1 നോട്ടിൻ്റെ ബാക്കി വന്ന ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണിത്. അതുപോലെ തന്നെ നമുക്കിവിടെ മീനുകളെ ഊട്ടാനായിട്ടുള്ള തീറ്റകൾ ലഭിക്കും. നമുക്കത് ഇവിടെ നമുക്ക് ഫിഷ് ഫീഡിങ് നടത്താനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഫിഷ് ഫീഡിങ്ങിന് പ്രത്യേകം ചാർജസ് കൊടുത്തൊന്നും നമുക്ക് തീറ്റ വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ കിട്ടുന്ന തീറ്റയാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതല്ലാതെ നമുക്ക് മാംഗോ മെഡോസിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ₹400 നമുക്ക് ഹോളിഡേയ്സിലും അതുപോലെ സൺഡേസിലൊക്കെ വരുന്നത്. ഇട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ₹350 ചാർജ് വരുന്നത്. നമ്മുടെ ഈ കുളത്തിന് ചുറ്റും ധാരാളം റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളോട് കൂടിയതും ഇല്ലാതെയൊക്കെയുള്ള റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്ത് ₹100 ടിക്കറ്റ് എടുത്ത് ₹100 പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന മാംഗോ തീമിൽ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളും കൂടി ഉണ്ട്. നമ്മുടെ ഈ ഫിഷ് ഫീഡിങ് നടത്തുന്ന ആ കുളത്തിൽ തന്നെയാണ് നമുക്ക് ചവിട്ട് ബോട്ടുകൾ, അതായത് പെഡൽ ബോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കുളത്തിന് ചുറ്റുമാണ് റൂംസും ഉള്ളത്. നമ്മളിന്ന് മാംഗോ മെഡോസിൽ വന്നത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 5-8 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറേണ്ടതായിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡേ ഫുള്ളായിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് മാംഗോ മെഡോസിൽ. അപ്പോൾ എല്ലാവരും വരാൻ നേരത്ത് അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മളെല്ലാവരും വന്നിട്ട് പെഡൽ ബോട്ട്സിൽ കയറുവാണ് കേട്ടോ. പെഡൽ ബോട്ട്സിൽ നല്ല രസമുള്ളൊരു ബോട്ടിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പെഡൽ ബോട്ട് പോലെ തന്നെ നമുക്ക് കുട്ടവഞ്ചിയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുളമുണ്ട്. അതിനകത്ത് നമുക്ക് കുട്ടവഞ്ചി സവാരിയുണ്ട്. അപ്പം നമുക്കതിനൊന്നും പേയ്മെൻറ്റ് വരുന്നില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ എൻട്രി ടിക്കറ്റിനകത്ത് ഉൾക്കൊള്ളുന്നതായിരിക്കും.
മാംഗോ മെഡോസിൽ വേറൊരു പ്രത്യേക ഒരു ഏരിയയാണ് നമ്മുടെ കയറ്, കുട്ട, ചട്ടി, തഴപ്പായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരും അവർ. അതിന് വേണ്ടി ഒരു ഡെമോ പോലെ കാണിച്ചു തരുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്കവിടെ പോകാനായിട്ടുള്ള ടൈമും കിട്ടിയില്ലായിരുന്നു. അപ്പം അതിന് നമുക്ക് എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അത് അവിടെ കാണിച്ചു തരും എല്ലാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പെഡൽ ബോട്ട്സിൻ്റെ റൈഡ് കഴിഞ്ഞ് നമ്മൾ അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ നമ്മുടെ കുട്ടവഞ്ചി സവാരി ഉള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാവരും കൂടെ കുട്ടവഞ്ചി സവാരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെഡൽ ബോട്ട്സിനേക്കാളും കൂടുതലും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ കുട്ടവഞ്ചി സവാരി ആയിരുന്നു കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമുക്ക് വണ്ടി സർവീസൊക്കെ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ നടന്നു പോയി കണ്ടില്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും നല്ല രീതിയിൽ കാണാനോ ആസ്വദിക്കാനോ കഴിയില്ല കേട്ടോ. നടക്കാനാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ദൂരം നടക്കാനും ഉണ്ട്. അപ്പം എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ നടന്നു കാണാനായിട്ട് ശ്രമിക്കുക. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈക്കുള്ളിൽ ഒരു മരം നട്ടു വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ശിക്കാര റൈഡ് ഉണ്ട് കേട്ടോ. ഇതും നമ്മൾ എക്സ്ട്രാ പൈസ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 100 രൂപ, ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ഈ റൈഡ് വരുന്നത്. അപ്പോൾ ഇതിലും ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെയാണ് ഈ ശിക്കാര റൈഡ് വരുന്നത്. പ്രണയിക്കുന്നവർക്ക് ഒരിടം എന്ന രീതിയിൽ വാലന്റൈൻസ് ഗാർഡൻ ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാംഗോ മെഡോസിൽ. അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ വേറൊരു കാഴ്ചയാണ് ഈ ശിവപ്രതിമ. അത് ശിവൻ്റെ ഒരു വലിയൊരു പ്രതിമയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിലിങ്ങനെ ചുറ്റും കല്ലുകൾ പാകിയിട്ടുണ്ട്. അത് കല്ലുകൾ പാകിയിരിക്കുന്നത് വെച്ചാൽ അങ്ങ് അടിയിൽ നിന്ന് പില്ലറടിച്ച് വെച്ചിരിക്കുന്ന കാരണം നമ്മൾ ചവിട്ടിയാൽ താന്നു പോകുകയൊന്നുമില്ല. അതുകൊണ്ട് തെന്നിപ്പോകാതെ ശ്രദ്ധിച്ച് നടന്നാൽ മതി. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കുക, ചുറ്റി കാണുക. ഇതിൻ്റെ മേളിൽ നിന്ന് തന്നെ ഒരു ഫൗണ്ടൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ധാരാളം മീനുകളും ഉണ്ട്. നമുക്ക് ആ മീൻ ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിനും ഇവിടെ ഫുഡ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആണ് നമുക്ക്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ബൈബിളിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമുക്കതൊന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബൈബിൾ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വരുമ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യുക എല്ലാവരും. അതുപോലെ തന്നെ നമുക്കിവിടെ ധാരാളം മരങ്ങളും ചെടികളും സസ്യങ്ങളും ഔഷധ സസ്യങ്ങൾ എല്ലാം നമുക്കിവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെ പേരുകളും വിവരങ്ങളും എല്ലാം ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം കാണാൻ സാധിക്കും. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടുത്തെ വാച്ച് ടവറിലേക്കാണ് കേട്ടോ. വാച്ച് ടവറിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങ് അപ്പുറത്തുള്ള കൃഷിയിടങ്ങളും ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി ആകെ വിഷമിച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മാംഗോ മെഡോസും അതിന് അനുബന്ധിച്ചുള്ള കുറേ ഏരിയ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ അതുവഴി ആ വാക്ക് വേയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഉള്ളിലായിട്ട് ഒരു ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോന്നു. നല്ല രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് നടക്കാനായിട്ട് ധാരാളം വഴികളുമുണ്ട്, ധാരാളം ദൂരവുമുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. മുതിർന്നവരുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമുക്കിവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പാർക്ക് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്ന് കുട്ടികളെയായിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ അന്നുവിനെ പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങും പോകാനോ നമുക്ക് കൊണ്ടുപോകാനോ പറ്റിയില്ല. അതുപോലെ പാർക്കിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്ന് അന്നുവിൻ്റെ കരച്ചിലും ഇത്രയും നേരം നമ്മുടെ കൂടെ നടന്ന ക്ഷീണമൊക്കെ അന്നുവിന് മാറിയത് ഈ പാർക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അത്യാവശ്യ റൈഡുകളൊക്കെ ഇവിടെയുണ്ട്. കുട്ടികൾ അതുവഴി എൻജോയ് ചെയ്ത് നടന്നോളും. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും ആ മീനുകളെ കാണാനും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും. അത് ആ രീതിയിലാണ്, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1-2 ടൈപ്പ് അത്യാവശ്യം കുറേ മീനുകൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകൾ നമുക്ക് മാംഗോ മെഡോസ് തരുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ധാരാളം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അതേപോലെ ഗോ കാർട്ടിങ്, സൈക്ലിങ് അങ്ങനെയുള്ളവയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അരമണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളിത് എടുക്കാൻ പോകുമ്പോൾ തന്നെ അതിന് സെപ്പറേറ്റ് ചാർജ് നമ്മളോട് പേയ്മെൻറ്റ് ചെയ്യണം, 100 രൂപ. അപ്പം നമ്മൾ ഈ അരമണിക്കൂറിന് ഇത് കൊണ്ട് കൊടുത്തു കഴിയാൻ നേരത്ത് നമുക്ക് ആ പൈസ റീഫണ്ടാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കും കുട്ടികൾക്കും പറ്റിയ പ്ലേ ഏരിയ ഇവിടെയുണ്ട്. ആർച്ചറിയും ഷൂട്ടിങ്ങും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നടന്ന ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് നമ്മൾ അവസാനം ഒരു ചായക്കട കയറി കേട്ടോ. തനി നാടൻ ഒരു ചായക്കട നമുക്കിതിനകത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും പതുക്കെ പിരിയുകയായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.